ഒരു വാക്കുപോലും പറയാൻ സാധിക്കാതെ വേർപെട്ടു പോയ ജീവിത പങ്കാളിയോ ജീവിത സഖിയോ മകനോ മകളോ ഒക്കെയാണ്. ഇടവകയിലെ പെരുന്നാളിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു നാടകം കാണാൻ പോയി. തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി എന്ന് പറയുന്നൊരു നാടകം. ജോലിയും എല്ലാം വേണ്ടെന്ന് വെച്ച് ഭാര്യയുടെ അസുഖത്തിന് വേണ്ടി ഇങ്ങനെ നിലകൊള്ളുന്ന ഒരു കുടുംബനാഥൻ. വീടിന്റെ ഉടമസ്ഥൻ 8 മാസത്തെ വാടക കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന രോഗിയായ ഭാര്യയോടും ഈ ഭാര്യയും മകനെയും ഒരുപാട് സ്നേഹിക്കുന്ന കുടുംബനാഥനോടും പറഞ്ഞപ്പോൾ ഒട്ടും തന്നെ താല്പര്യമില്ലാതെ ഈ മനുഷ്യൻ ഗൾഫിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ പോണ തലേ ദിവസം എല്ലാം പാക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അതിനിടയിലും ഭാര്യയോട് ചോദിക്കും, ഞാൻ പോയാല് ആശുപത്രിയിൽ നിന്നെ കൊണ്ടുപോകാൻ ആരുണ്ടാവൂല, ചെക്കപ്പിന് കൊണ്ടുപോകാൻ ആരുണ്ടാവില്ല, ഞാൻ പോണോ? ഈ നാടകത്തിൽ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യന് ഒട്ടും താല്പര്യമില്ല തൻ്റെ ജീവിത പങ്കാളിയെ വിട്ട്, തൻ്റെ മകനെ വിട്ട്, തൻ്റെ കുടുംബത്തെ വിട്ട് ഗൾഫിലേക്ക് പോകാൻ. 5 മണിക്ക് അലാറം വെച്ചിട്ടുണ്ട്. നമുക്ക് എഴുന്നേറ്റ് നേരത്തെ പോകണം. അങ്ങനെ ഈ നാടകത്തിൻ്റെ അടുത്ത സീൻ ആരംഭിക്കുമ്പോൾ 5 മണിയുടെ അലാറം അടിക്കുക. ഗൾഫിലേക്ക് പോകാനുള്ള അച്ചാറുകളും ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെച്ച് ഇവർ കിടന്ന് ഉറങ്ങി. അമ്മ അടുക്കളയിൽ എന്തോ പ്രഭാത ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. മകൻ അമ്മയെ വിളിച്ചു പറഞ്ഞത്, അച്ഛൻ്റെ കിടന്നുറങ്ങുകയാണ് അമ്മേ, വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. അമ്മ വന്നൊന്ന് വിളിച്ച്. ഈ ഭാര്യ വന്നതേ പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ എഴുന്നേൽക്കുന്നില്ല. ഈ മനുഷ്യൻ ഈ നാടകത്തിൽ മരിച്ചു കിടക്കുക. എന്നിട്ട് അതിൽ പറയും, അലാറം അടിച്ചിട്ട് പോലും നിങ്ങൾ എഴുന്നേൽക്കാതെ ഒരു വാക്ക് പറയാതെ നിങ്ങൾ പോയില്ലേ? നമ്മുടെ കുടുംബത്തിലൊക്കെ ഇതുപോലെയൊക്കെ ഒരു മരണവീടിന്റെ പന്തലുകളില്ലാതെ വന്ന ആരിയിരിക്കുന്നില്ല. എത്രയോ മരണ ശുശ്രൂഷകളില്, ശവസംസ്കാര ശുശ്രൂഷകളില് നമ്മൾ പങ്കെടുത്തവരാ. എത്രയോ സെമിത്തേരി സന്ദർശനങ്ങൾ നമ്മൾ നടത്തിയവരാ. അത് കഴിഞ്ഞ് നവംബർ 1-ന്റെയും നവംബർ 2-ന്റെയും തിരുക്കർമ്മങ്ങളും ഇടവക ദേവാലയത്തിൽ നവംബറിൽ നടക്കുന്ന ശ്രാദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചു പോയപ്പോൾ നമ്മൾ പോലും ചിന്തിക്കുന്നില്ല, ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി അതൊരിക്കലും നിൽക്കും. ആ നിൽക്കുമ്പോൾ സ്വർഗത്തിലൊരിടം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഈ മനോഹരമായ വാചകം മനസ്സിൽ കാത്തു സൂക്ഷിക്കണം. എൻ പ്രിയരെ, പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളെ എന്തുമാത്രം ഇഷ്ടമായിരുന്നെന്ന്